രണ്ടിൽ രണ്ടും വിജയിച്ച് കിരീടക്കുതിപ്പിൽ FC ബാഴ്സലോണ അവരുടേതായിട്ടുള്ള ആ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് റയൽ മാഡ്രിഡിൽ എംബാപ്പേൻ്റെ വരവ്, അതുപോലെ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ആ ഒരു ക്ലബ്ബ് ഫുട്ബോളിൽ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തിരുന്നത് റയൽ മാഡ്രിഡിനെ കുറിച്ച് മാത്രമാണ് അല്ലേ. കാരണം അവരുടെ ഇപ്പോഴത്തെ ലൈനപ്പ്, നമ്മുടെ പഴയ ഒരു ലൈനപ്പ് ഉണ്ടല്ലോ, BBC ലൈനപ്പ്, ആ ടൈമിലെ ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ലൈനപ്പാണ് നിലവിലിപ്പോൾ റയൽ മാഡ്രിഡിനുള്ളത്. അപ്പോൾ ആ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എംബാപ്പ വന്നു കഴിഞ്ഞാലുള്ള റയൽ മാഡ്രിഡിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, അവരുടെ ടീമിൻ്റെ സ്ട്രെങ്ത്ത്, അവരൊരുമിച്ച് കളത്തിലിറങ്ങുമ്പോൾ എങ്ങനെയാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് എംബാപ്പെ റയലിൽ എത്തിയപ്പോൾ അദ്ദേഹം ഒരു ആദ്യത്തെ മത്സരം കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരുപാട് ആളുകൾ, അദ്ദേഹം കളിച്ച് ഫസ്റ്റത്തെ മത്സരത്തിൽ തന്നെ സൂപ്പർ കപ്പ് നേടി, അങ്ങനെയുള്ള നേട്ടങ്ങൾക്കൊക്കെ ഫസ്റ്റത്തെ മത്സരത്തിൽ തന്നെ കപ്പ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കരുത്തരായിട്ടുള്ള എതിരാളികൾ FC ബാഴ്സലോണ, അവർ ലീഗിലേക്ക് 2 കളിയിൽ 2 ജയിച്ചുകൊണ്ട് കുതിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. യാമലിൻ്റെ ഒരു ഗോള്, ലെവൻഡോസ്കിൻ്റെ ഗോള്, അങ്ങനെ മികച്ചൊരു 11 FC ബാഴ്സലോണക്കും ഉണ്ട്. അതേമാതിരി റയൽ മാഡ്രിഡിനോട് എപ്പോഴും കരുത്തരായിട്ട് എതിരാളി ബാഴ്സലോണ. എന്നും എൽ ക്ലാസിക്കോ കാണുമ്പോൾ നമുക്ക് ആവേശമാണ്, പ്രത്യേകിച്ച് മെസ്സി റൊണാൾഡോ ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ പിന്നെ അതിൻ്റെ ആവേശം പറയണ്ട. അപ്പോൾ പിന്നെ അവരൊക്കെ ഇങ്ങനെ ടീമിൽ നിന്ന് മാറിയപ്പോൾ കുറച്ചിങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഫാൻസൊക്കെ കമ്മിയായി വരികയാണ് എൽ ക്ലാസിക്കോ ഫാൻസ്. ഇപ്പോഴും ഉണ്ട് അന്നത്തെ ഫാൻസൊക്കെ, അത്യാവശ്യം റയലിനാണെങ്കിലും ബാഴ്സൊക്കെ ആണെങ്കിലും. അന്ന് ഓരോരുത്തർ ടീമിനെ, ഒരു പ്ലെയർ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും ഒരു ടീമിനെ ഇഷ്ടപ്പെട്ട് ഫുട്ബോൾ കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ എപ്പോഴും റയലിൻ്റെയും ബാഴ്സൻ്റെയും ഫാൻസുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി എൽ ക്ലാസിക്കോ വരുമ്പോൾ എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ, ബെല്ലിംഗാം പോലുള്ള റയൽ മാഡ്രിഡിനോട്ട്, ലെവൻഡോസ്കി, യാമൽ പോലുള്ള, റാഫിനെ പോലുള്ള ബാഴ്സലോണയും മുട്ടുന്നത് തമ്മിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ മത്സരങ്ങളൊക്കെ നമുക്കിനി കാത്തിരിക്കാം. കാരണം മികച്ച സ്കോഡ് ഇവിടെയുണ്ട് അവിടെയുണ്ട് അല്ലേ. അപ്പോൾ റയലാണെന്നുണ്ടെങ്കിലും ബാഴ്സയാണെന്നുണ്ടെങ്കിലും ക്ലബ്ബ് ഫുട്ബോളിൽ എക്കാലത്തും മികച്ച ഫുട്ബോൾ ടീമുകളാണ്, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലെ ഫേവറേറ്റുകളാണ്. ഇന്നും അവരുടെ മത്സരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കാണികൾ കാത്തു നിൽക്കും. ഏതായാലും റീസെൻ്റിൽ നടന്നിട്ടുള്ള മത്സരങ്ങളൊക്കെ വിജയിച്ചിട്ടാണ്. ഇനി ഏതാനും മത്സരങ്ങൾക്ക് ശേഷം ഒരു റയൽ ബാഴ്സ എൽ ക്ലാസിക്കോ നമുക്ക് കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു തീപ്പാർന്നൊരു പോരാട്ടം, പഴയ ഒരു എൽ ക്ലാസിക്കോൻ്റെ ഫീല് നമുക്ക് അതിൽ കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കുക. കാരണം 2 ടീമും കരുത്തരായിട്ടുള്ള ടീമാണ്, അതുപോലെ യുവതാരങ്ങളുടെ നിരയാണ്.